ചെറുകുന്ന പഞ്ചായത്തിലെ കട്ടക്കുളം റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്താൻ നടപടിയില്ല. കുഴിയിൽ വീണ കട്ടക്കുളം സ്വദേശിയായ പ്രവാസിയുടെ കൈയൊടിഞ്ഞു. കണ്ടോത്ത് ഹംസയ്ക്കാണ് ഇരുചക്ര വാഹനത്തിൽ നിന്ന് വീണ് പരിക്കേറ്റത്. റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടും പ്രവൃത്തി ഇനിയും ആരംഭിച്ചിട്ടില്ല. ചെറുകുന്ന് പഞ്ചായത്തിലെ കട്ടക്കുളം റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ട അവസ്ഥയാണ്. പ്രദേശത്തുകാർ ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. മഴ പെയ്താൽ റോഡിലെ കുഴിയിൽ വെള്ളം നിറയും. ഇത് അപകടമുണ്ടാക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. കഴിഞ്ഞ ദിവസം ഇതുവഴി ബൈക്കിൽ പോകുമ്പോഴാണ് കുഴിയിൽ വീണ കണ്ടോത്ത് ഹംസയ്ക്ക് പരിക്കേറ്റത്. മുഖത്തും കൈക്കും പരിക്കേറ്റു. കൈയൊടിഞ്ഞു. മുഖത്ത് സ്റ്റിച്ചിടേണ്ടിയും വന്നു. അടുത്ത ദിവസം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സർജറി ചെയ്യേണ്ടി വരുമെന്ന് ഹംസ പറയുന്നു. 1 മാസത്തെ ലീവിലാണ് പ്രവാസിയായ ഹംസ നാട്ടിലെത്തിയത്. മഴയിൽ റോഡിലെ കുഴിയുടെ ആഴം മനസ്സിലാകാത്തതാണ് അപകട കാരണമെന്ന് ഹംസ പറഞ്ഞു. കുഴിയുണ്ടായിരുന്നു, അതിൽ ബൈക്ക് സ്കിഡായിട്ട് വീണത്. പെട്ടെന്ന് കുഴിയിലേക്കാണ് ബൈക്ക് മറിഞ്ഞത്. പറ്റിയതോളം എല്ല് ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ 9 സ്റ്റിച്ച്. കുഴിയിൽ വെള്ളം ഉണ്ടായിരുന്നു, അറിയാം, ശ്രദ്ധിച്ചില്ല. റെസ്റ്റ് 3 ആഴ്ച വേണമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് നാളെ ഹോസ്പിറ്റലിൽ ഒന്നുകൂടി പോകേണ്ട കോലിയിൽ. അധികൃതരുടെ അനാസ്ഥയാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. റോഡ് നിർമ്മാണത്തിന് 50 ലക്ഷം രൂപ അനുവദിച്ചിട്ട് 2 വർഷമായിട്ടും ഇതുവരെയും പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തിയില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാരും പറയുന്നു. ഈ അവസ്ഥ കണ്ടിട്ടും കാണാത്തതുപോലെ നടിക്കുന്ന പഞ്ചായത്തിന് അടുത്ത് തന്നെ ഞങ്ങൾ മഹിളകളുടെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതാണ്. കാരണം ഒരാൾ പരിക്കേറ്റ് ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നയാളാണ്, തിരിച്ചു പോകേണ്ട സമയമായി അയാൾക്ക്. അപ്പോൾ ആ സമയം ഒരു മാസത്തെ അവധിക്ക് വന്ന മനുഷ്യനാണ്. ഇപ്പോൾ അത് പരിക്കേറ്റ് വീട്ടിൽ കിടക്കുവാണ്. അപ്പം ഇങ്ങനെയുള്ള ഓരോ അവസ്ഥകളും, അപ്പം ചിലപ്പോൾ മരണം തന്നെ സംഭവിക്കാൻ പറ്റുന്ന ഒരു അപകടമായിരുന്നു മിനിഞ്ഞാന്ന് നടന്നത്. ഇവിടെ എൻ്റെ അയൽവാസിയാണ്. മിനിഞ്ഞാന്ന് കുഴിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ട് കുഴിയിൽ വീണിട്ട് കുഴി കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. അപ്പം പൈസ പാസ്സായിട്ട് ബോർഡറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 50 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ബോർഡറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2-3 വർഷം ഈ റോഡിന്റെ അവസ്ഥ തന്നെയാണ്. പക്ഷെ ഇതിനിടക്ക് ഗ്രാമസഭ കൂടിയപ്പോഴും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ടെൻഡർ എടുക്കാൻ ആളില്ല എന്നുള്ളൊരു ഇതാ പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെങ്കിൽ അതിൽ നമുക്ക് വിശ്വാസമില്ല. പിന്നെ അവര് എന്താ പറയാ ചെയ്യുന്നില്ലൊരു പ്രതീക്ഷയില പിന്നെയും നമ്മൾ നിൽക്കുന്നത്. 2 വർഷത്തോളമായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയിലുള്ളത്. മഴ പെയ്താൽ തന്നെ ഈ റോഡ് കുഴിന്റെ കുഴിയുടെ ആഴം മനസ്സിലാകാത്ത രീതിയിലുള്ളത്. അടിയന്തരമായ റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നും അപകടത്തിൽ പരിക്കേറ്റയാൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.